ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് 1 ആയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ബാക്കിയുണ്ട്. അതാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്? അതായത് എല്ലാ ഇന്റർവ്യൂസിനും ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഹോസ്പിറ്റലിലെ ഇന്റർവ്യൂസിനാണെങ്കിലും കെയർ ഹോംസിന്റെ ഇന്റർവ്യൂസിനാണെങ്കിലും നമ്മളോട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്? നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും എന്താണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്നോട് ചോദിച്ചത് വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് എന്നായിരുന്നു. അപ്പോൾ സ്ട്രെങ്ത് എന്താണെന്നുള്ളതിന്റെ ആൻസർ ഞാനിപ്പോൾ പറയാം. As a peri-operative nurse, my strength is attention to detail and ability to stay calm under pressure, which ensures that procedures run smoothly and patient safety is prioritized. During my shift, I always meticulous in following procedures and maintaining sterility throughout the surgery and ensure patient safety. Also, I am handling high stress situation and remains calm under pressure. ഇങ്ങനെയാണ് ഞാൻ ഇത് ആൻസർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ടു ഡീറ്റെയിലും ആൻഡ് എബിലിറ്റി ടു വർക്ക്സ് അണ്ടർ പ്രഷർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്റ്റേ കാം അണ്ടർ പ്രഷർ എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും അവർ ചോദിക്കുന്ന വേറൊരു ടൈപ്പിൽ അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കൊരു ജോലിയിൽ ഒരു സ്ട്രെസ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു പ്രഷർ ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെ ഇത് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് തന്നെ നമുക്കത് പറയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്കത് സ്റ്റേ കാം അണ്ടർ പ്രഷർ അല്ലെങ്കിൽ എബിലിറ്റി ടു വർക്ക് അണ്ടർ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, അത് നമ്മുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ കൂടുതലും നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ അത് ഒത്തിരി കൂടി നല്ലതായിരിക്കും. അതായത് ഞാനിങ്ങനെ ഡ്യൂട്ടി ചെയ്തപ്പോൾ ഇപ്പം എൻ്റെ OT-യിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അത് ആൻസർ ചെയ്തത്. ഡ്യൂറിങ് മൈ ഷിഫ്റ്റ് ഞാൻ എമർജൻസി OT-യിലായിരുന്നു. സോ കണ്ടിന്യൂസ്ലി കേസസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ഒരു സ്ട്രെസ്സായി. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി നമ്മൾ ടയേർഡായി. സോ സ്ട്രെസ്സായി. ഞാനപ്പോൾ എൻ്റെ കോവർക്കറോട് ഞാനിങ്ങനെ പറഞ്ഞു. സോ ഞാൻ ജസ്റ്റ് ഒരു കോഫി ബ്രേക്ക്, പെട്ടെന്ന് തന്നെ ഒരു കോഫി ബ്രേക്ക് എടുത്തു. അപ്പോൾ ഞാൻ ഓക്കെ ആയി. ഒരു കോഫി ബ്രേക്ക് എടുത്തപ്പോഴത്തേനും ഞാൻ ഓക്കെ ആയി. ദെൻ എനിക്കിത് വെരി നെക്സ്റ്റ് ഡേ തന്നെ എൻ്റെ ഫ്ലോർ മാനേജർ എനിക്ക് ഓഫ് തന്നായിരുന്നു. സോ ഞാൻ ഓഫ് ഡേയുടെ ചർച്ചിൽ പോയി, ഞാനൊരു ഔട്ടിങ്ങിനൊക്കെ പോയി, ഞാൻ ഓക്കെ ആയി എന്നുള്ള രീതിയിൽ ഞാനത് ആൻസർ ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ അത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് നമ്മളിപ്പോ സ്ട്രെങ്ത് ആണെങ്കിൽ ലിസണിങ് സ്കിൽസ് നമുക്ക് പറയാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പറയാം. ഇപ്പൊ ലിസണിങ് പറയുന്നെങ്കിൽ ആ ലിസണിങ് എന്നുള്ള ഒരു സ്ട്രെങ്ത്, ആ ലിസണിങ് എന്നുള്ള ഒരു എബിലിറ്റി നിങ്ങൾ എങ്ങനെയത് നിങ്ങളുടെ ഡ്യൂട്ടിയിൽ അത് നമ്മളത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു പേഷ്യന്റ്, എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാം, OT-ക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു പേഷ്യന്റ് വന്നു. പേഷ്യന്റ് സ്പൈനൽ അനസ്തീഷ്യ റിഫ്യൂസ് ചെയ്തു. ഇപ്പൊ ഞാൻ ഗൈനക്കോളജി ആയിരുന്നു. അപ്പൊ ഞാൻ എന്നോട് ഇതുപോലെ തന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കമ്മ്യൂണിക്കേഷന്റെ ഇതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എൻ്റെ പേഷ്യന്റ് വന്നു, പേഷ്യന്റ് വിത്ത് മെക്കോണിയം ആയിരുന്നു, മെക്കോണിയം സ്റ്റെയിൻഡ് അതായിരുന്നു. അപ്പോൾ പക്ഷെ പേഷ്യന്റ് റിഫ്യൂസ് ടു സ്പൈനൽ അനസ്തേഷ്യ, GA വേണ്ട, സ്പൈനൽ അനസ്തേഷ്യ വേണ്ട എന്ന് പറഞ്ഞ് പേഷ്യന്റ് ബഹളം വെക്കുകയായിരുന്നു. സോ ഞാൻ പേഷ്യന്റിനോട് സംസാരിച്ചു. പേഷ്യന്റ് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. ഞാൻ അവളുടെ കൺസേൺ എല്ലാം ലിസൺ ചെയ്തു, പ്രോപ്പറായിട്ട് ലിസൺ ചെയ്തിട്ട് അവർക്ക് ഞാൻ അതിന്റെ കുഞ്ഞ് ഓൾറെഡി മെക്കോണിയമാണ്, കുഞ്ഞിന് കറക്റ്റ് സമയത്ത് നമ്മൾ CS ചെയ്ത് കുഞ്ഞിനെ പുറത്തിടുന്നില്ലെങ്കിൽ എന്തൊക്കെ കോൺസിക്വൻസസ് വരും എന്നുള്ളത് ഞാൻ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. സോ ഷീ അഗ്രീഡ് ടു പ്രൊസീഡ് സ്പൈനൽ അനസ്തേഷ്യ എന്നുള്ള രീതിയിൽ ഞാൻ അത് ആൻസർ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് സ്ട്രെങ്ത്തിനെ കുറിച്ചാണോ നിങ്ങളിപ്പോൾ പറയുന്നത് അതിനൊരു എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയിൽ എന്ത് ചെയ്തു, എങ്ങനെ നിങ്ങളത് ഇൻകോപ്പറേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത്. വീക്ക്നെസ് എന്താണെന്നുള്ളതിന് ഞാൻ എങ്ങനെയാണ് ആൻസർ ചെയ്തത് ഞാൻ പറയാം. ആസ് എ peri-operative nurse, I had trouble multitasking during the initial days of my nursing period. To manage this, I focused on prioritizing critical tasks, used detailed checklists to stay organized and maintain clear communication with the surgical team to ensure all aspects of patient care are effectively addressed. Gradually, I learned how to do it and how to multitask and how to save the time. Afterwards, I was able to complete the task on time and get time to help other staff
who were busy. അപ്പോൾ ഞാൻ എൻ്റെ ട്രബിൾ എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് ആയിരുന്നു, ഒന്നിൽ കൂടുതൽ ടാസ്കിങ്. അതായത് ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ദ നഴ്സിംഗ് പീരീഡിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ള കാര്യത്തിനാണ് ഞാൻ എൻ്റെ എന്താ പറയുക വീക്ക്നെസ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആൻസർ ചെയ്തത് എങ്ങനെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, മൾട്ടി ടാസ്കിങ് അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സീനിയർ ആയിട്ടുള്ള ഒരു നേഴ്സ് അത് പ്രോപ്പറായിട്ട് അവൾ ടൈം മാനേജ് ചെയ്യുന്നതും അവൾ മൾട്ടി ടാസ്കിങ് ഈസി ആയിട്ട് ചെയ്യുന്നതും ഞാൻ കണ്ടു. സോ ഞാൻ അവളെ അപ്രോച്ച് ചെയ്തു. ഞാൻ സിസ്റ്ററോട് ചോദിച്ചു എങ്ങനെയാണ്, അവളിൽ നിന്ന് ഞാൻ പഠിച്ചു. അപ്പോൾ അവൾ എന്നെ പഠിപ്പിച്ചു അതായത് പ്രയോറിറ്റൈസ് ചെയ്യണം, അതായത് അർജന്റ്, സെമി അർജന്റ് ആൻഡ് വെരി അർജന്റ് ആയിട്ട് അങ്ങനെയുള്ള അർജൻസി അനുസരിച്ച് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം കെയറിനെ. ദെൻ അതനുസരിച്ച് നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോന്നും നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം പോക്കറ്റ് ഡയറിയിൽ എഴുതി വെക്കും, അതനുസരിച്ച് നമ്മളത് കട്ട് ഓഫ് ചെയ്യും. നമ്മളിങ്ങനെ ഓരോന്ന് കഴിയുന്നതിനനുസരിച്ച് അത് ചെയ്യും. പിന്നെ അത് അങ്ങനെ എനിക്ക് പതുക്കെ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റി. ഇപ്പൊ എനിക്ക് മറ്റുള്ളവർ ബിസി ആയിട്ടുള്ളവരെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് ആണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഇനീഷ്യൽ ഡേയ്സിൽ. ഇനീഷ്യൽ സ്റ്റാർട്ടിങ് വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എന്താ ചെയ്തത് നിങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മറ്റുള്ള സീനിയർ കോളീഗ്സുമായിട്ടുള്ള ഒപ്പീനിയൻ എടുത്തു. അങ്ങനെ കാര്യങ്ങളെല്ലാം പ്രയോറിറ്റൈസ് ചെയ്തു. അതുകൂടാതെ നമ്മളൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തു ടൈം മാനേജ്മെന്റിന്റെ. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നുണ്ട് ഞാൻ വളരെ നന്നായിട്ട് ടൈം മാനേജ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് സമയത്ത് ഓൺ ടൈം. അതിനുശേഷം എൻ്റെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞു ഞാൻ ഓൺ ടൈമിലെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നുള്ള രീതിയിൽ നമുക്കത് ആൻസർ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താലും നിങ്ങളത് എക്സാമ്പിൾ വെച്ച് ആൻസർ ചെയ്യുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അവർക്ക് അതൊന്നുകൂടി ഇംപ്രസ്ഡ് ആവാനായിട്ടുള്ള ഒരു സാധ്യതയും കൂടി അതുണ്ട്. അപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വൈ യു അപ്ലൈഡ് എ ജോബ് ഹിയർ ഓർ വൈ യു ചൂസ് ദിസ് ഹോസ്പിറ്റൽ. അത് അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈ യു ചൂസ് ദിസ് ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ അപ്ലൈ ചെയ്തതെന്നുള്ളത്. ഞാൻ ആൻസർ ചെയ്തത് എങ്ങനെയാണ്, ഐ ചൂസ് ദിസ് ഹോസ്പിറ്റൽ ബിക്കോസ് ഓഫ് ഇറ്റ്സ് റെപ്യൂട്ടേഷൻ ഫോർ എക്സലന്റ് പേഷ്യന്റ് കെയർ ആൻഡ് ഇറ്റ്സ് സ്ട്രോങ് ഫോക്കസ് ഓൺ പ്രൊഫഷണൽ ഗ്രോത്ത്. ഐ എം എ പേഴ്സൺ ഓൾവേസ് ലുക്കിംഗ് ഫോർ മൈ പ്രൊഫഷണൽ ഗ്രോത്ത് ആൻഡ് കരിയർ ഡെവലപ്മെന്റ്. So this hospital can support my further education and skill development, providing opportunity for both professional growth and career advancement. ഇങ്ങനെയാണ് ഞാൻ ഇത് ആൻസർ ചെയ്തത്. അതായത് നമ്മൾ ഒരു പ്രൊഫഷണൽ ഗ്രോത്തിനും കരിയർ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഫർദർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫർദർ ഒരു അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ട് ഇവർ സപ്പോർട്ട് ചെയ്യും. എന്നുള്ള രീതിയിലൊക്കെ നമുക്കിത് ആൻസർ ചെയ്യാം. പിന്നെ ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉള്ളതാണ്. അവരുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് അപ്പം ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കാർഡിയാക്കിൻ്റെ തന്നെയാണെങ്കിൽ അതിൽ സ്പെഷ്യാലിറ്റീസ് അവിടെ എന്തൊക്കെയാണുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ആദ്യം രണ്ടതും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്കതൊരു ആൻസർ ചെയ്യുവാണെങ്കിൽ അതൊത്തിരി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അല്ലേ, അവരുടെ ഹോസ്പിറ്റലിൻ്റെ വാല്യൂസും മിഷനും കാര്യങ്ങളും. അവരുടെ വാല്യൂസ് എല്ലാം നമ്മൾ നോക്കി വെക്കണം. അത് അവർ ഇന്റർവ്യൂവിൽ ചോദിക്കും. മിഷൻ എന്താണ്, അങ്ങനെയുള്ള ഒരു കമ്പാനിയൻ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളത് നോക്കി വെക്കണം അവരുടെ. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, what will you do if you had a conflict with your team member or surgeon? അപ്പോൾ അതായത് ഇത് ഇപ്പോൾ കെയർ ഹോമിലാണെങ്കിലും ചോദിക്കുന്നതാണ്. നമ്മുടെ ഒരു ടീം മെമ്പർ ആയിട്ട് നമുക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത്. ഞാൻ ആൻസർ ചെയ്തത് എങ്ങനെയാണ്, ഇഫ് ഐ ഹാഡ് എ കോൺഫ്ലിക്റ്റ് വിത്ത് എ ടീം മെമ്പർ ഓർ എ സർജൻ ഇൻ ദ ഓപ്പറേറ്റിംഗ് തിയേറ്റർ ഐ വുഡ് അഡ്രസ് ദ ഇഷ്യൂ calmly and professionally. First thing, I will make sure that this will not affect the patient care. I will not get angry with them. I will speak to them privately. I would listen to their part and explain my side and come to a solution. Still, it didn't solve the problem. I will escalate it and I will inform to the floor manager. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയണം, ഇത് നമ്മൾ ഒരിക്കലും പ്രൊഫഷണൽ ആയിട്ട് എടുക്കുകയില്ല. അതുപോലെ തന്നെ ഇത് നമ്മൾ എന്താ പറയുക, നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നത് കാമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് മാത്രം അവരെ അപ്രോച്ച് ചെയ്യും. ഇത് നമ്മുടെ പേഷ്യന്റ് കെയറിനെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പേഷ്യന്റ് കെയറിനെ അഫക്റ്റ് ചെയ്യത്തില്ല. പിന്നെ എന്താ പറയുക, പ്രൊഫഷണൽ ആയിട്ട് നമ്മളിത് ഹാൻഡിൽ ചെയ്യണം. അവരെ അവരോട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കും. നമ്മുടെ ഭാഗം നമ്മൾ പറയും, അവരുടെ ഭാഗം നമ്മൾ കേൾക്കും. എന്നിട്ട് ഒരു സൊല്യൂഷനിൽ എത്തിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്കലേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്തുണ്ടെങ്കിലും നമ്മളത് എക്സ്കലേറ്റ് ചെയ്തിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഫ്ലോർ മാനേജറുമായിട്ട് ഇൻഫോം ചെയ്യും. അതാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
What will you do if the next shift nurse is absent? അതായത് നെക്സ്റ്റ് ഷിഫ്റ്റിൽ നേഴ്സ് ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് കെയർ ഹോമിന്റെയും ഹോസ്പിറ്റൽസിന്റെയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. I would promptly inform to the line manager assisting in arranging coverages or adjustment to ensure continuity of care, and I look into the availability of resources. My utmost priority is patient safety and needs. This is if not other options are available, I will extend my shift. ഇങ്ങനെയാണ് ഞാനിത് ആൻസർ ചെയ്തത്. അതായത് ഒരു നഴ്സിംഗ് നെക്സ്റ്റ് ഷിഫ്റ്റിലെ നഴ്സിംഗ് സ്റ്റാഫ് ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ലൈൻ മാനേജറിനെ ഇൻഫോം ചെയ്യണം. പിന്നെ അടുത്ത എന്തെങ്കിലും അവൈലബിൾ റിസോഴ്സസ് ഉണ്ടോ എന്ന് നമ്മൾ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഇതൊരിക്കലും പേഷ്യന്റിന്റെ കെയറിനെ അഫക്റ്റ് ചെയ്യരുത്, പേഷ്യന്റ് കെയറിനെ അഫക്റ്റ് ചെയ്യരുത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യും നമ്മളെ കെയർ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അർജന്റ് ആയിട്ട് കെയർ വേണ്ടവർക്ക് ആദ്യം കൊടുക്കും. അങ്ങനെ നമുക്ക് കെയർ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡെലിഗേഷൻ, നമുക്ക് വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഗിവ് മീ ആൻ എക്സാമ്പിൾ ഓഫ് എ ബ്രേക്ക് ഇൻ ദ സ്റ്റെറൈൽ ടെക്നിക്. അതായത് നമ്മുടെ സ്റ്റെറൈൽ ടെക്നിക്കിൽ OT-യിൽ ഉണ്ടായിട്ടുള്ള ഒരു ബ്രേക്ക് ഇൻ ദ സ്റ്റെറൈൽ ഫീൽഡ് എന്നുള്ള ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്, a new surgical drape received from the store. In that a blood-soaked areas on drapes are potential site for the microbial multiplication and contamination of the സ്റ്റെറൈൽ ഫീൽഡ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മളൊരു ഡ്രേപ്പ് നമ്മുടെ സ്റ്റോറിൽ നിന്ന് റിസീവ് ചെയ്തു. അതിലൊരു ബ്ലഡ് സോക്കഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു ആ ഡ്രേപ്പിൽ. സോ അവിടെ ബ്ലഡ് സോക്ക് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയ കൊളനൈസേഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാനത് എൻ്റെ ലൈൻ മാനേജറിനെ ഇൻഫോം ചെയ്തു ഡ്രേപ്പിനെ കുറിച്ച്. ദെൻ ലൈൻ മാനേജർ അത് സ്റ്റോറിൽ ഇൻഫോം ചെയ്തു. ദെൻ നെക്സ്റ്റ് ഓർഡറിൽ ഞങ്ങൾക്ക് ആ ഡ്രേപ്പ് കിട്ടിയില്ല, വേറെ ഡ്രേപ്പ് കിട്ടി. അങ്ങനെയുള്ള രീതിയിലാണ് ഞാനത് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെറൈൽ ഇൻസ്ട്രുമെന്റ്സ് ആർ വൈറ്റൽ ആൻഡ് ദെയർ പുവർ പ്രിപ്പറേഷൻ ഹാസ് ബീൻ അസോസിയേറ്റഡ് വിത്ത് തിയേറ്റർ വൂണ്ട് ഇൻഫെക്ഷൻ. അത് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഞാൻ അതിന് പറഞ്ഞൊരു ആൻസർ ആണ്, എൻ്റെ ഒരു ജൂനിയർ ആയിട്ട് വന്ന കുട്ടി ഇതുപോലെ ഹാൻഡ് ഹൈജീൻ ഇത് ചെയ്ത് കണ്ടപ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യാത്തതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അവളോട് എക്സ്പ്ലെയിൻ ചെയ്ത്, അവളെ പ്രൈവറ്റ് ആയിട്ട് ഞാൻ വിളിച്ച് അവളോട് സംസാരിച്ചു. ഞാൻ അവൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. എങ്ങനെയാണ്, എത്ര സമയം ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ദെൻ എൻ്റെ പേര് നെക്സ്റ്റ് ടൈം തൊട്ട് അവളത് നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ള രീതിയിൽ ഞാനതൊരു ആൻസർ കൊടുത്തായിരുന്നു. അതും ബ്രേക്ക് ഇൻ ദ സ്റ്റെറൈൽ ടെക്നിക്കിന് ഒരു എക്സാമ്പിൾ ആണ്. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വൈ ഈസ് സർജിക്കൽ സ്കിൻ പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഹൗ ഡു യു ഡു ഇറ്റ്? സർജിക്കൽ സ്കിൻ പ്രിപ്പറേഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്, എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ എങ്ങനെയാണ്, സർജിക്കൽ സ്കിൻ ഇൻഫെക്ഷൻ reduces the risk of post-operative infection. I would clean the area with an antiseptic solution using a back and forth motion starting from the incision site and moving outwards. അതായത് നമ്മൾ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യും. അത് എന്താ പറയുക, നമ്മൾ ചെയ്യുന്നത് ബാക്ക് ആൻഡ് ഫോർത്ത് മോഷനിലായിരിക്കും. ഇൻസിഷൻ സൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഔട്ട്വേർഡ്സിലേക്കാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനത് ആൻസർ ചെയ്തത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എന്നോട് ചോദിച്ചത് OT-ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. ഇനി ഞാൻ എന്തെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ എനിക്ക് കുറച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ അറ്റൻഡ് ചെയ്ത കെയർ ഹോംസ് ഇൻ്റർവ്യൂസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത പാർട്ടായിട്ട് അത് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.